കേരളത്തിൽ നിന്ന് കുടിയേറിയവരുടെ എണ്ണം 1998 14 ലക്ഷമായിരുന്നു. 2013 ആയപ്പോൾ അത് 24 ലക്ഷമായി മാറി. എന്നാൽ 2018 അത് 21 ലക്ഷമായി ചുരുങ്ങി. മാറിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യാ വിധാനം, ആഗോള സാമ്പത്തിക പ്രതിസന്ധി, ഗൾഫ് നാടുകളിലുണ്ടാകുന്ന സ്വദേശീവൽക്കരണം, തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ, ഇവയെല്ലാം പ്രവാസികളുടെ എണ്ണത്തിന് കുറവ് വരുത്തി എന്നാണ് വിലയിരുത്തുന്നത്. 2018 ശേഷമാണ് കോവിഡ് മഹാമാരിയും ലോക്ക്ഡൗണുമെല്ലാം പ്രവാസികളുടെ വൻതോതിലുള്ള മടങ്ങിവരവിനിടയാക്കിയത്. ഇക്കാലത്ത് മലയാളികൾ തിരിച്ചു വന്നതിൽ ഏകദേശം 65% പേർ മാത്രമാണ് തിരികെ പോയത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ കുടിയേറ്റ നിരക്ക് 2018 സമാനമാണ്. അതായത് പ്രതികൂല സാഹചര്യത്തിലും മലയാളി പ്രവാസം പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് ചേക്കേറിയവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ്. 20 ലക്ഷത്തോളം കേരളീയർ വിദേശ രാജ്യങ്ങളിൽ കുടുംബമായി ചേക്കേറുകയോ അതിനൊരുങ്ങുകയോ ചെയ്യുന്നുവെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. കുടിയേറ്റവും കുടിയേറ്റക്കാരുടെ എണ്ണവും വർദ്ധിച്ചതിനൊപ്പം തന്നെ പ്രവാസി പണത്തിലും നല്ല തോതിൽ വർധനവുണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. 2018 85,092 കോടി രൂപയായിരുന്നു കേരളത്തിലെത്തിയിരുന്ന പ്രവാസി പണം. എന്നാൽ കഴിഞ്ഞ വർഷം അത് 2,16,893 കോടിയായി കുതിച്ചുയർന്നിട്ടുണ്ട്. അതായത് 85,092 നിന്നാണ് 2,16,893 കോടിയിലേക്കുള്ള വർധനവ്. അതായത് 5 വർഷത്തിനിടെ ഏകദേശം 155% വർധനവ്. കോവിഡ് മഹാമാരിക്ക് ശേഷം ഗൾഫിൽ മാത്രമായി ഒതുങ്ങാതെ മറ്റനേകം രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന പ്രവണത മലയാളികളിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രവാസി വരുമാനം കൂടുതലായി എത്തുന്നതിന് അത് വഴിയൊരുക്കിയിട്ടുണ്ട്. മൂന്നാം ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങളിൽ ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാസി യുവസംരംഭകർക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനായി സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി എന്ന പദ്ധതി ആരംഭിച്ചു. വിദേശ മലയാളികളെ സംരംഭകത്വത്തിലേക്ക് ആകർഷിക്കുക, ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള വിദേശ ഇന്ത്യക്കാരിൽ നിന്നും കേരളാടിസ്ഥാന സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപം ലഭ്യമാക്കുക, കേരളാടിസ്ഥാന സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രവർത്തന സ്ഥലവും ഉപഭോക്താക്കളെ ബന്ധപ്പെടുന്നതിനുള്ള സൗകര്യവും ലഭ്യമാക്കുക, ഇത്തരത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ നവകേരള നിർമ്മിതിയാണ് നാം ലക്ഷ്യമിട്ടിട്ടുള്ളത്.
അപ്പോൾ പ്രവാസി ക്ഷേമവും അതോടൊപ്പം വിജ്ഞാന സമൂഹം, വിജ്ഞാന സമ്പദ്ഘടന, ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ പതിയേണ്ടത് എന്നത് നാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിൽ ഈ പറഞ്ഞ ഓരോന്നിലും കൂട്ടായി എന്താണ് ചെയ്യാൻ കഴിയുക, ആ കാര്യവും ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോക കേരള സഭയുടെ ഈ 4ാം സമ്മേളനം അതെല്ലാം ചിന്തിക്കാനുള്ള ഒരവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എങ്ങനെ ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അർത്ഥപൂർണവും സമഗ്രവും വ്യാപകവുമാക്കാം, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമായി സമ്മേളനത്തിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി സർക്കാർ കാത്തിരിക്കുന്നുവെന്നാണ് അറിയിക്കാനുള്ളത്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായും ലോക കേരള സഭയുടെ സമീപന രേഖ സമർപ്പിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.